ഹലോ ഗായ്സ്, ഞാനാണ് വിഷ്ണുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക്സ്. കാരണം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലാതെ എല്ലാവരും എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാവരും നല്ല കമൻസും കാര്യങ്ങളും ഒക്കെയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരിയും കൂടെ നല്ലതായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്, അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇവരുടെ മുന്നേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കൺഫ്യൂഷൻ കാണും. അന്നേരം ഞാൻ നിങ്ങൾക്ക് അതിനൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഒരു എൻ്റെ ഒപ്പീനിയനാണ് തരുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് വരുന്ന 4 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ. അതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് 4 കൊല്ലം നമുക്ക് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ നമുക്കൊരു 3 കൊല്ലം നമുക്ക് ഡിഗ്രി കോഴ്സ് പഠിക്കാം. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. മെഡിക്കൽ ഫീൽഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. കാരണം വരുന്ന